മിഡിൽ ഈസ്റ്റിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ സൗദി അറേബ്യയ്ക്ക് കൂടുതൽ ആയുധം നൽകാൻ തയ്യാറാവുകയാണ് അമേരിക്ക. സൗദി അറേബ്യയുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി $1.96 മില്യൺ ആയുധങ്ങൾ വിൽക്കുവാനാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബുധനാഴ്ച അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദിഷ്ട വിൽപ്പന ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും ഒരു ശക്തിയായ നാറ്റോക്ക് പുറത്തുള്ള പ്രധാന സഖ്യകക്ഷിയുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലൂടെ അമേരിക്കയുടെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണക്കും എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞത്. നിർദ്ദിഷ്ട വിൽപ്പന സൗദി അറേബ്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിലൂടെയും US സേനകളുമായും മറ്റു പ്രാദേശിക നാറ്റോ സേനകളുമായും പരസ്പര പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ തടയാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. സൗദി അറേബ്യ ആവശ്യപ്പെടുന്ന ആയുധങ്ങളിൽ 20,000 വരെ അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റങ്ങളും അവയുടെ വാർഹെഡുകളും ഉൾപ്പെടുന്നതായും പ്രതിരോധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാശനഷ്ടങ്ങൾ പരിമിതിപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യങ്ങൾ കുറക്കുന്നതിനുള്ള ഒരു ചെലവ് കുറഞ്ഞ മാർഗമെന്ന് US നാവികസേനയുടെ വെബ്സൈറ്റ് വിശേഷിപ്പിക്കുന്ന വൻ അത്യാധുനിക ആയുധമാണിത്. ന്യൂജേഴ്സിയിലെ നാഷുവയിലുള്ള BAE സിസ്റ്റംസ് ആയിരിക്കും പ്രധാന കരാറുകാരൻ എന്നും US പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കുന്നു. തിങ്കളാഴ്ച തെക്കൻ സൗദി നഗരമായ അബഹയിലെ ഒരു വിമാനത്താവളത്തിൽ മിസൈലുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികളുമായി സൗദി അറേബ്യ വീണ്ടും യുദ്ധത്തിന്റെ വക്കിലാണെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ടെലിഫോൺ ചർച്ചകളും നടത്തിയിരുന്നു. സന വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹൂത്തികളുടെ സൗദി ആക്രമണം. വിമാനം ഇറക്കാതിരിക്കാൻ സന വിമാനത്താവള ആക്രമണത്തിന് ഹൂത്തികൾ സൗദി അറേബ്യയാണ് കുറ്റപ്പെടുത്തുന്നത്.